പല ടെക്നീഷ്യന്മാരും ഇലക്ട്രീഷ്യന്മാരും എന്നോട് ചോദിക്കുകയുണ്ടായി, MCCB എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ MMCB കേട്ടിട്ടില്ല. അപ്പോൾ അവർ പഠിച്ച സ്ഥലത്തും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ RCD എന്താണെന്നും പറഞ്ഞിട്ടില്ല. അത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ MMCB ഒക്കെ കേട്ടിട്ട് പരിചയമുള്ളത് എന്നൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ടായി. അവർക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഈ MMCB MCCB ഇത് ഒറ്റ കാറ്റഗറിയിൽ വരുന്ന സാധനം തന്നെയാണ്. MCCB തന്നെയാണ് ഇതെല്ലാം. MCCBയിൽ 2 ടൈപ്പുണ്ട്. ഒന്ന് തെർമൽ MCCBയും തെർമൽ MCCB എന്ന് പറയുന്നത് സാധാരണ ടൈപ്പ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ മൊഡ്യൂൾഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ MMCB. അപ്പോൾ ഈ MCCB സാധാരണ തെർമൽ MCCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കട്ട് ഓഫും അതുപോലെ ഓവർലോഡ് ആകുമ്പോൾ കട്ട് ഓഫ്, അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോഴുള്ള സർക്യൂട്ട് കട്ട് ഓഫ് ആവുന്ന സിസ്റ്റം മാത്രമേ ഉള്ളൂ. അത് മെയിനിൽ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു വലിയൊരു പാനൽ ബോർഡ്, അതിൻ്റെ മെയിനിലായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ടൈപ്പ് MCCB ഇറക്കിയിരിക്കുന്നത്. അതിനാണ് MMCB എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ MMCB എന്നാണ് പറയുന്നത്. അതായത് മൈക്രോ പ്രോസസ്സർ, ഒരു പ്രത്യേക സർക്യൂട്ട് ഉണ്ട് അതിനകത്ത്. അതിൽ CT ട്രാൻസ്ഫോമർ വെച്ച് ഒരു പ്രത്യേക ഡിവൈസ് വെച്ച് ഇതിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എർത്ത് ലീക്കേജ് പോലെ പ്രവർത്തിക്കും. അതുപോലെ അണ്ടർ വോൾട്ടേജിനും ഇത് കട്ട് ഓഫ് ആവും. അതിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻ പോലെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ട്രിപ്പിന് വേണ്ടിയിട്ട് സാധാരണ തെർമൽ MCCB ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ MMCB സാധാരണ വിദേശത്താണ് കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ MCCB തന്നെയാണ് പറയുന്നത്, പക്ഷേ MMCB ആണ് ശരിക്കുള്ള അതിൻ്റെ പേര്. തെർമൽ ടൈപ്പ് അല്ലാത്ത തെർമൽ ടൈപ്പിന് സാധാരണ MCCB എന്ന് പറയും. മെയിൻലി ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സർ ഉള്ള MCCBനെ MMCB എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ പാനൽ ബോർഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു മെയിൻ MCCB ഉണ്ടാവും. അതിൻ്റെ സൈഡിലായിട്ട് സിംഗിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെറിയ MCCB ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഒരു എർത്ത് ലീക്കേജ് പോലെ, അതായത് ELCB പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ആണ് അതിൽ സർക്യൂട്ട് ഇൻക്ലൂഡ് ചെയ്തത്. അതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അതിനകത്ത് മൈക്രോ പ്രോസസ്സറിൻ്റെ ഇത് ട്രിപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അതേപോലെ RCD എന്ന് പറയുന്നതും ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും പല ഇലക്ട്രീഷ്യന്മാരും കണ്ടിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിൽ RCD ഉപയോഗിക്കുന്നില്ല. അതിന് പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ സെപ്പറേറ്റ് സോക്കറ്റിൻ്റെ ലൈനില്ല, ലൈറ്റിൻ്റെ ലൈനില്ല. ഈ ഗൾഫ് രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് സോക്കറ്റിൻ്റെ ലൈനും സെപ്പറേറ്റ് ലൈറ്റിൻ്റെ ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. സോക്കറ്റ് സെപ്പറേറ്റ്, ലൈറ്റിൻ്റെ സ്വിച്ച് വേറെ സ്ഥലത്ത്, അങ്ങനെ ഒരു സെപ്പറേറ്റ് സിസ്റ്റമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ സോക്കറ്റിന് സിംഗിൾ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഈ RCD ഉപയോഗിക്കുന്നത്. ഈ RCDയിൽ നിന്ന് തന്നെയാണ് ന്യൂട്രലും ഫേസും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ന്യൂട്രലും ഫേസും ഒരേ സമയം ഓഫായി പോകും. അതിൽ നിന്ന് ഒരു ന്യൂട്രൽ എടുത്ത്, ന്യൂട്രലിൻ്റെ ഒരു വയറിങ് കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അത് മെയിൻ ന്യൂട്രലിൽ കണക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതായത് സിംഗിൾ ELCB തന്നെയാണ് ഈ RCD എന്ന് പറയുന്നത്. സിംഗിൾ ട്രിപ്പിന് വേണ്ടിയിട്ട് ആണ്. ഇപ്പോൾ ആ സോക്കറ്റിൽ മാത്രമാണ് ട്രിപ്പ് വെച്ചെങ്കിൽ ആ റൂമിലെ സോക്കറ്റ് മാത്രമേ ട്രിപ്പാവുള്ളൂ. മറ്റുള്ള സ്ഥലത്തെ സോക്കറ്റുകളൊന്നും ട്രിപ്പാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ RCD ഉപയോഗിക്കുന്നത്. RCD എന്ന് പറഞ്ഞാൽ എക്സ്റ്റേബിൾ കറണ്ട് ഡിവൈസ്. ഇത് MCCB തന്നെയാണ്, തെർമൽ പ്രൊട്ടക്ഷൻ MCCB ആണ്. ഇത് MMCB ആണ്. MCCB തന്നെ മൊഡ്യൂൾഡ് കേസ് ഇലക്ട്രോണിക് സംവിധാനമുള്ള MCCB ആണ് ഇത്. അപ്പോൾ 2 ടൈപ്പ് MCCB ഉണ്ട്. ഇത് മെയിനിൽ ഉപയോഗിക്കുന്നതാണ്, പാനൽ ബോർഡിൻ്റെ മെയിനിൽ ഉപയോഗിക്കുന്ന MCCB ആണ്. ഇതിനൊരു ഇതുപോലെ CT ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും.
ഈ CD ട്രാൻസ്ഫോമർ വെച്ച് ഇത് ELCB പോലെ ട്രിപ്പ് ആക്കാനായിട്ട് സാധിക്കും. എർത്ത് ലീക്കേജ് ഈ സാധനം വെച്ചിട്ട് അതിൻ്റെ എർത്ത് ലീക്കേജ് പോലെ ELCB പോലെ. അടിസ്ഥാനത്തിൽ MCCBന് പ്രധാനമായും തെർമൽ മാഗ്നറ്റിക് എന്നും മൈക്രോ പ്രോസസർ ടൈപ്പ് എന്നും രണ്ടായി തരംതിരിക്കാം. ഹായ്, ഞാനാണ് തെർമൽ മാഗ്നറ്റിക് ട്രിപ്പിംഗ് മെക്കാനിസമുള്ള ഒരു സാധാരണ MCCB. ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട് എന്നീ സുരക്ഷകൾ മാത്രമേ ഇൻബിൽറ്റായി ലഭിക്കുകയുള്ളൂ. എന്നാൽ ഓവർ വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ്, എർത്ത് ലീക്കേജ് തുടങ്ങിയ അധിക സുരക്ഷകൾ ലഭിക്കുന്നതിനായി ആവശ്യമായ ആക്സസറികൾ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. മൈക്രോ പ്രോസസർ ടൈപ്പ് MCCB കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളുണ്ട്. അതിൽ ചിലതാണ് ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, അണ്ടർ വോൾട്ടേജ്, എർത്ത് ഫോൾട്ട്, ഓവർ വോൾട്ടേജ്, ന്യൂട്രൽ പ്രൊട്ടക്ഷൻ, ഇൻസ്റ്റന്റേനിയസ് ഓവർറൈഡ്, എർത്ത് ലീക്കേജ്, കറന്റ് അൺബാലൻസ് എന്നീ പ്രൊട്ടക്ഷനുകളും ലഭിക്കും. എന്നാൽ ഇവയിൽ ചില പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനു വേണ്ടി വോൾട്ടേജ് വ്യതിയാനങ്ങളും സെൻസിറ്റീവായ ലീക്കേജുകളും കണ്ടെത്താനും എക്സ്റ്റേണൽ ഡിവൈസുകൾ വേണം. ഹായ്, ട്രിപ്പ്